തിരക്കുകളിൽ നിന്നു മാറി ഒഴിവു സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടം. പ്രിയപ്പെട്ടവർക്കൊപ്പം സായാഹ്ന സന്ധ്യയുടെ മനോഹാരിത ആസ്വദിക്കുന്നവരെ ഇവിടെ കാണാം. തിരുവനന്തപുരത്തെ വൈബിടം ഇതാണ്. ആർത്തിരമ്പുന്ന തിരകൾക്കൊപ്പം കളിക്കുന്നവരും കണ്ണെടുക്കാതെ കടൽ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നവർ ഉൾപ്പെടെ വൈബാകാനെത്തുന്നവർ ഏറെയാണ്. സ്വറ പറഞ്ഞും ചിരിച്ചുല്ലസിച്ചും ആനന്ദമാക്കുകയാണ് ഈ സായാഹ്നം. ഇവിടുത്തെ ബീച്ച് എന്ന് പറയുമ്പോൾ ക്ലീൻ ആണ്. പിന്നെ ക്രൗഡ് ഇപ്പോഴാണ് ഇച്ചിരി കൂടി വരുന്നത്. പക്ഷെ നേരത്തെ ഇതിൽ നിന്നും ക്രൗഡ് കുറവായിരുന്നു. അപ്പം നമ്മൾ ഈവനിങ് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി ഇങ്ങോട്ട് വരിക ചെയ്യുന്നത്. ശാന്തസുന്ദരമാണ് തുമ്പ സെന്റ് ആൻഡ്രൂസ് കടപ്പുറം. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ്. ലൈക്ക് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന പോലെ ശംഖുകോ കോവളോ ഒക്കെ ആണെങ്കിലും അവിടെ ഇപ്പോൾ പേര് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ശംഖുകം തന്നെ ക്ലോസ് ചെയ്തു. പിന്നെ കോവളത്താണെങ്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അങ്ങനെ ബീച്ചുകളിൽ വെച്ച് നോക്കുമ്പോഴത്തേനും ഇവിടെ കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടും ആൾക്കാരൊക്കെ കുറഞ്ഞു നിൽക്കുന്നതാണ്. കാഴ്ച കാണാൻ വരുന്നവർ മാത്രമല്ല ആഘോഷങ്ങൾക്കായി എത്തുന്നവരുമുണ്ട്. അല്ല, ഇവിടുത്തെ ബീച്ചിലെ സൺസെറ്റ് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ വീക്കെൻഡ്സിൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ കടയിലായാലും ഇവിടെ ഇത്രയും കഫേ ഉണ്ട്, കാര്യങ്ങളുണ്ട്. എല്ലായിടത്തും നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. വൈബാണ് ഇവിടെ വന്നിരിക്കുക എല്ലാവർക്കും. തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല മറ്റു ജില്ലക്കാർക്കും പ്രിയപ്പെട്ട ഇടമാണിത്. ഞങ്ങൾ ഈ ബീച്ചിനെ പറ്റി അറിഞ്ഞത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഫ്ലവർ ഷോ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി വന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് കയറി. പിന്നെ നല്ല ആംബിയൻസ് ആണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ളത്. ഇത്രയ്ക്ക് നല്ല ബീച്ചാണെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു ബീച്ച് ജസ്റ്റ് കണ്ടിട്ട് പോകുന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ വന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി. സ്വസ്ഥമായിരുന്ന് ശാന്തമായൊരു സായാഹ്നത്തെ സുന്ദരമാക്കുകയാണ് ഈ തിരകളും തീരവും. ജനം, തിരുവനന്തപുരം.